പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ 50 നോയമ്പിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണല്ലോ. ഒരു മരുഭൂമി അനുഭവം. ഈശോ മരുഭൂമിയിൽ പിശാചിനെ തോൽപ്പിച്ചതുപോലെ നമ്മുടെയും ജീവിതത്തില്, ആത്മീയ ജീവിതത്തില് തിന്മയെ കീഴടക്കാനുള്ള ചില യുദ്ധതന്ത്രങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അതിലെ ഒന്നാമത്തെ യുദ്ധതന്ത്രമാണ് സഹനത്തെ സ്നേഹിക്കാൻ നമ്മൾ പഠിക്കുക, സഹനത്തെ സ്നേഹിക്കാൻ നമ്മൾ പരിശീലിക്കുക. ഉദാഹരണത്തിന് ഉപവാസം, അത് നമ്മൾ അറിഞ്ഞ് ഏറ്റെടുക്കുന്ന ഒരു സഹനമാണ്. ഈ സഹനത്തെ നമ്മൾ സ്വീകരിക്കുമ്പോൾ ദൈവം നമ്മളെ അതിനുള്ള കൃപയാൽ നിറയ്ക്കുകയാണ്. ദാനിയേലിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നു, ദാനിയേൽ 10:2-3 ദാനിയേൽ എന്ന ഞാൻ 3 ആഴ്ച കാലത്തേക്ക് വിലാപം ആചരിക്കുകയായിരുന്നു. ആ 3 ആഴ്ച കാലം മുഴുവൻ ഞാൻ രുചികരമായ ഭക്ഷണം കഴിക്കുകയോ മാംസവും വീഞ്ഞും ആസ്വദിക്കുകയോ സുഗന്ധലേപനം നടത്തുകയോ ചെയ്തില്ല. സന്തോഷകരമായ കാര്യങ്ങളെ ദാനിയേൽ വേണ്ട എന്ന് വെക്കുന്നു. അതായത് പ്രിയപ്പെട്ടവര്, സാത്താന്റെ ഏറ്റവും വലിയൊരു കുടില തന്ത്രം എന്ന് പറയുന്നത് കഷ്ടതകൾ കാണിച്ച് നമ്മളെ ഭയപ്പെടുത്തുക, ഇതുപോലെ സന്തോഷങ്ങൾ കാണിച്ച് സന്തോഷങ്ങൾ തന്ന് നമ്മളെ പ്രലോഭിപ്പിക്കുക. ഇത് സാത്താന്റെ കുടില തന്ത്രമാണ്. അപ്പൊ കഷ്ടതകൾ വരുമ്പോൾ അത് യേശുവിനെ പ്രതി ഞാനിത് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മളത് സ്വീകരിക്കുമ്പോൾ സാത്താന്റെ തന്ത്രങ്ങൾ അവിടെ പൊളിയുകയാണ്. അതുപോലെ എത്ര ചെറുതാകട്ടെ വലുതാകട്ടെ നമ്മുടെ സങ്കടങ്ങളെ, വേദനകളെ ഈശോയുടെ കുരിശിനോട് ചേർത്ത് വെക്കുമ്പോഴത്തേക്കും സാത്താനെ നമ്മൾ തോൽപ്പിക്കുകയാണ്. ആകയാൽ പ്രിയപ്പെട്ടവരെ, കുരിശ് ഒരിക്കലും നമ്മൾ ഭയപ്പെടാനുള്ള ഒന്നല്ല, നമുക്ക് യുദ്ധം ചെയ്യാനുള്ള ഏറ്റവും ശക്തമായ ഒരു ആയുധമാണ്. ആകയാൽ ഈശോയുള്ള സ്നേഹത്തെ പ്രതി ഞാൻ ഈ സഹനത്തെ പുൽകുന്നു എന്ന് പറയുമ്പോൾ, അത് സ്വീകരിക്കുമ്പോൾ സാത്താന്റെ ഏറ്റവും വലിയ തന്ത്രം പൊളിഞ്ഞു പോവുകയാണ്. ആകയാൽ പ്രിയപ്പെട്ട ദൈവജനമേ, നമുക്ക് ഓരോരുത്തർക്കും ഈ നോമ്പ് കാലഘട്ടങ്ങളില് അറിഞ്ഞ് സഹനങ്ങളെ സ്വീകരിച്ചുകൊണ്ട്, ഉപവാസം പോലുള്ള സഹനങ്ങളെ സ്വീകരിച്ചുകൊണ്ട് കൃപയിലും അഭിഷേകത്തിലും ആയിരിക്കാൻ വേണ്ടി പരിശ്രമിക്കാം. ദൈവം നമ്മളെ അതിനനുഗ്രഹിക്കട്ടെ. ആമേൻ.